കൂടെ വരാൻ ഒരാളുണ്ടെങ്കിൽ മതിയല്ലേ? ഒറ്റ വൈൻഡി പോവാന്ന് വെച്ചാൽ പിന്നെ പോവല്ലേ അല്ലേ? ഇരിക്കുകയാണ് ഒറ്റ വൈൻഡിയുള്ള രണ്ടാൾക്കാർ പിച്ചരാം ഒരു നല്ല രസമുള്ള പട്ടി കുട്ടികളാട്ടോ. ഇടാ കുട്ട വക്രു. യെസ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. എൻ്റെ പേര് കൃഷ്ണദാസൻ. നമ്മൾ ആതിരപ്പള്ളി വരെ വന്നോക്കാണ്. നമ്മൾ ഒറ്റ മൈൻഡിൽ 120 നമ്മുടെ സ്പ്ലെൻഡറിൽ പെട്രോൾ അടിച്ച് വെറുതെ വരാണ് കരുതിയില്ലേ. വെള്ളമൊക്കെ വന്നിട്ട് ആതിരപ്പള്ളി ഇപ്പോൾ ജാതി രസമാണ്. മഴക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ 8 ദിവസം വരെ നോക്കല്ലേ ഒരു. കാരണം വർക്ക് ഇല്ലാത്ത ദിവസം തിരക്ക് കുറവായിരിക്കും. ഇപ്പോൾ ഇത് സ്കൂളൊക്കെ മുടക്കാണ്, തിരക്കണമെന്ന് അറിയില്ല. നമ്മളുടെ വീടൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ബ്രദറുണ്ട്, ബ്രോ ഉണ്ട്. ഒറ്റ മൈൻഡാണ്. പെട്ടെന്ന് പോവാന്ന് ചോദിച്ചു, പോവാ അല്ലേ? അപ്പം എൻ്റെ വേഗം പോന്നു. അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡർ കൊണ്ടാണ് വന്നിട്ടുള്ളത്. സ്പ്ലെൻഡറിൻ്റെ പെട്രോൾ എത്ര ഉണ്ടെന്ന് നോക്കണം. കാണിച്ചു തരാം പെട്രോള്. ഉണ്ടാവും. അപ്പോൾ നമുക്കിനി തുടങ്ങായി. യൂറോ 1 സൈലൻസറിൻ്റെ മ്യൂസിക് കേട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. ആരെ ഫോൺ അടിക്കുന്നുണ്ട്. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഇവിടെ നമുക്ക് പോവായി. നല്ല മൂടാണ്, കണ്ടില്ലേ? നല്ല മഴക്കാലമായിട്ട് നല്ല കാടും ഇരുട്ടും മരങ്ങളും പിന്നെ ഒരു സ്പ്ലെൻഡറും പിന്നെ ഒറ്റമായിട്ടുള്ളൊരു കൂട്ടുകാരനും. പോകാമെന്ന് വെച്ചാൽ പിന്നെ പോവല്ലേ അല്ലേ? അങ്ങനത്തെ മൈൻഡുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് പോകാമല്ലോ. ഒറ്റയ്ക്ക് വരാം. ഒക്കെ നമ്മുടെ മൈൻഡാണ്. പോവല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിങ്ങനെ കാടിനുള്ളിൽ കൂടെ വൈബടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ മൈൻഡുള്ള രണ്ടാൾക്കാർ പോവാന്ന് പറഞ്ഞ് പോന്നു. ഞാൻ വിളിച്ചപ്പോഴേക്ക് നീ എന്താ വേഗം വന്നത്? മറ്റേ സിനിമയിലില്ലേ, ദുൽഖറിന്റെ സിനിമയിലില്ലേ, നിന്റെ ഫുഡ് അടിക്കാനുള്ള പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ടാവില്ലോ. ശരിക്കും വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ കിട്ടുന്ന ഫീൽ അടിപൊളിയല്ലേ? പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് രക്ഷയില്ല. അതും ഒരു പഴയ വണ്ടി പോകുമ്പോ 120 പെട്രോൾ അടിച്ചിട്ട് വീട്ടിൽ പോകാന്ന് പറഞ്ഞ ഞങ്ങളാ. വെള്ളച്ചാട്ടം അല്ല, വെള്ളച്ചാട്ടല്ല, വാഴച്ചാല്. ഓ, ഇവിടെ ഒരു കിടിലൻ സ്പോട്ടുണ്ട്. ഫുള്ള് വെള്ളാട്ടാ. എല്ലാവരും ആൾക്കാരും അങ്ങോട്ട് പോണതാണ്. ഓ അടിപൊളിയായിട്ടില്ലേ? ഇപ്പോൾ പറ്റുമോ? അവിടെ പോയിട്ടാണ് മഴ. വണ്ടിയുടെ തക്കൂലെടുക്കാം. ഒൻ്റെ പൊന്നെ ജാതി രസമായിട്ട് ഉണ്ടാകും. മഴക്കാലത്ത് നമ്മൾ വരുന്ന സ്ഥലങ്ങളല്ലെങ്കിലും ചില സ്ഥലങ്ങൾ ജാതി രസമല്ലേ? വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിച്ചിട്ടാ കടക്കാൻ പാടില്ല അത്ര. കഴിഞ്ഞ എനിക്ക് കിടക്കണ്ടായി. ഇനി വെറുതെ നമ്മളായിട്ടുണ്ട്. ആ അടിപൊളിയായിട്ട് പോവാ. എന്നാലും അവിടെ പോയിട്ട് വലിയ വെള്ളച്ചാട്ടം കിടക്കണതാ. ഫ്രണ്ട്സ്, ഈ ഒരു വ്യൂ ഉണ്ട്, അടിപൊളിയല്ലേ? ഫുള്ള് വെള്ളം നിറഞ്ഞ് എടുക്കാട്ടോ. നമ്മുടെ സ്പ്ലെൻഡർ അവിടെ വെച്ചിട്ടുണ്ട്. ജാതി രസമായിട്ടിരിക്കണതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കുറച്ച് നേരം വൈബ് പിടിക്കുന്നത്. മഴക്കാലത്ത് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അടിപൊളി തന്നെ. കുറച്ച് നേരം വന്നിട്ട് നമുക്ക് വീണ്ടും പോകണം. കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും മറന്നിട്ട്. നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കാടിനുള്ളിലേക്ക് കയറി ഈ ഒരു വൈബ് റൈഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ആ സ്പ്ലെൻഡറിൻ്റെ സൗണ്ടും ഈ ഒരു റൈഡ് എൻ്റെ മക്കള് രക്ഷയില്ല. എത്ര പോയിട്ടുള്ള വഴിയാണെങ്കിലും കൂടി ചില സമയത്ത് അവിടേക്ക് ചില സമയത്ത് ഇപ്പം ഇതുപോലെ മഴക്കാലത്ത് അതുപോലെ ചില സമയത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഫീൽ അടിപൊളിയായിട്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫീലാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലായിട്ടാണ് നിൽക്കണേ. കണ്ടില്ല, ഇവിടെ ആൾക്കാർ കംപ്ലീറ്റ് വെള്ളത്തിനായിട്ട് നിൽക്കണം. ഞങ്ങൾ ഇത്ര നേരം അവിടെ ഞങ്ങൾ പോയിട്ട് വന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ മാറി നിൽക്കുകയാണ്, കാരണം ഗോപ്ര വളരെ സീനാണ്. ജസ്റ്റ് ഒന്ന് കാണിപ്പിച്ചു തരാം ഒരു ആംബിയൻസ് വരുന്നത്. കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞങ്ങളത് പോയിട്ട് വരാം. ഫുള്ള് ആൾക്കാർ, ജാതി രസമാണ് ഇവിടെ. ഞങ്ങൾ കോട്ടയെല്ലാം വിട്ടിട്ട് നിൽക്കണം ഇവിടെ. കാരണം ഗോപ്രം വളർന്നിട്ട് ഞാൻ 360 വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടുന്നുണ്ട്, ചെറുതായിട്ട് നമുക്ക് ഇടാം. പക്ഷേ ഈ ഒരു ആംബിയൻസ് ഇവിടെ വന്നാലും കിട്ടുള്ളൂ. മഴ പെയ്തില്ലെങ്കിൽ കൂടി ഇവിടെ മഴ പെയ്ത പോലെയാണ്. ശരിക്കും മഴയല്ല പെയ്യണം, വെള്ളച്ചാട്ടത്തിൻ്റെ ഇതാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങൾ. ഓക്കെ, അത് കേട്ട് കാണാൻ ഇപ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. കുറച്ച് നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇറങ്ങി ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരൻ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. ചാതി സൈക്കിളാണ്, കാരണം ഇതിൻ്റെ ഈ പെഡൽ വരെ തിരിക്കാൻ പറ്റും. അടിപൊളി വണ്ടി ഭ്രാന്തരാണ് വെച്ചാൽ ഒരുപാട് താറ് വണ്ടി RC വെള്ളമൊക്കെ ഉണ്ട്. സെറ്റ് സാധനം, ജാതി ലുക്കായിട്ട് സാധനം. ചെക്കൻ്റെ നീല കോട്ടിൻ്റെ കൂടെ നീല വണ്ടി. നമുക്ക് ഇനി ഇവിടുന്നുള്ള റൈഡ് അങ്ങോട്ട് പടയ്ക്കാം. ഓക്കെ, ഞങ്ങളുടെ യാത്ര തുടരായി ഫ്രണ്ട്സ്. ഭൂമിയിലൊരു സ്വർഗം ഇന്ന് ഞങ്ങൾ ആതിരപ്പള്ളിയിൽ കണ്ടു, അല്ലടാ? ഈ ആതിരപ്പള്ളിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വരിക. കാരണം വെള്ളമൊക്കെ ഇവിടുന്ന് ചാട്ടത്തിൻ്റെ ഇടയിലാണ് വരണത്. എൻ്റെ ഒരു രക്ഷയില്ല. ഫോണൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല റീൽ എടുക്കണേ. ഇപ്പം ആതിരപ്പള്ളിക്ക് വരികയാണെങ്കിൽ ആ ഒരു ആംബിയൻസ് ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല. നല്ല ആംബിയൻസാണ്. 2 ദിവസം വരെ ഒരു കയറ്റി തന്നാവും. കാരണം ഇന്ന് 2 ദിവസമാണ്. തിങ്കളാഴ്ച ആയിട്ട് വരെ നല്ല തിരക്കുണ്ട്. ശരി, ഞായറൊക്കെ നിങ്ങൾ വരാൻ നിൽക്കുകയാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. നോർമൽ ഡേയ്സിന് വരെ നല്ല തിരക്കുള്ള ദിവസമാണ്. ഇത് നമ്മുടെ സ്പ്ലെൻഡറും ഞങ്ങളും തമ്മിലുള്ള ഒരു റൈഡാണ്. വീട് അത്ര നേരമുള്ള റൈഡ്. അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡറായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ റൈഡ് പോകുമ്പോഴാണ് നമ്മുടെ ഉള്ള ചെറിയ വണ്ടികളായിട്ട് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് നമ്മൾ വണ്ടി ഇടിച്ച് ചേരുക. ഇതുപോലെ കാട്ടുകൂടെ പോണ വഴി കൂടെയൊക്കെ നമ്മൾ സ്പ്ലെൻഡറായിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. നമ്മളും നമ്മുടെ വണ്ടിയായിട്ട് ഒന്നേ ചേരും. കൂടെ വരാൻ ഒറ്റമാതിരിയുള്ള വേറൊരു കൂട്ടുകാരോട് ഉണ്ടെങ്കിൽ പറയണ്ട. അങ്ങനെയുള്ള ഒരു റൈഡാണ് ഞങ്ങൾ ആതിരപ്പള്ളിക്ക് വന്നത്. നല്ലൊരു ഫീലിൻ്റെ ആയിരുന്നു ഈ റൈഡ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ എന്തായാലും വരും. വണ്ടിയായിട്ട് ഇതുപോലെ ചെറിയ ട്രാവൽ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എൻ്റെ പേര് കൃഷ്ണദാസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. നല്ല രസമുള്ള പട്ടിക്കുട്ടികളാട്ടോ. ആതിരപ്പള്ളി വരെ റൂട്ടിൽ വരുന്ന പട്ടിക്കുട്ടികളാണ്. നിങ്ങൾ ആരെങ്കിലും വരണമെങ്കിൽ നിങ്ങൾക്ക് വരണമെങ്കിൽ പട്ടിക്കുട്ടികളെ കൊണ്ടുപോകാം. നമുക്ക് പിന്നെ അത്ര ദൂരം പോകുന്നതുകൊണ്ട് നമ്മൾ എടുക്കാത്തതാണ്. നല്ല രസമുള്ള പട്ടിക്കുട്ടികളാണ്. ചിലവർ വെറുതെ ചെറുപ്പത്തിൻ്റെ വൈകിട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇടാ കുട്ടവക്രു നീ എന്തിട്ടാണ് ആൺകുട്ടിയാ? കുറുക്കുറു കുണ്ടവക്രു ആള് ഭയങ്കര എടുക്കട്ടാ. നോക്കി ചുന്തിരി ചാതി എടുക്കേണ്ട കുട്ടികളാ. നടന്നോട്ടാ. ഇവരെ നോക്കി, ഇതിനാണ് രസമുണ്ട്. ഇടുവാടാ, നിന്നെ എടുക്കട്ടാ, ഇടുവാടാ കള്ള കള്ളക്കുട്ട എവിടെ? പോട്ടെ ഞങ്ങള്. ഇവർക്കൊന്നും അറിയില്ലേ, കുഞ്ഞു കുട്ടികളല്ലേ. ഇനി വാലിൽ തുമ്പ് നോക്കാം. അതിൻ്റെ ചാടി ചാടി ചാട ഇന്ദ്ര ഇവര് അവരെ പാട്ട് വിട്ടേക്കാം, നമുക്ക് പോവാം. ഇവിടെ വണ്ടി കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഇവരെ കണ്ടപ്പോൾ പറഞ്ഞ് ഇറങ്ങിയതാണ്. ഭയങ്കര കുറുമ്പന്മാരാണ് ഇവര്. അയ്യോ അയ്യോ ഇത് ഫോട്ടെടുത്ത പട്ടിക്കുട്ടികളൊന്നും ഞാൻ രസം കേട്ടോ. കളിച്ചോട്ടോ അവിടെ കളിച്ചോട്ടോ അവിടെ കളിച്ചോട്ടോ.